ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വേഗം പറയാണ്. ഇന്നത്തെ വീഡിയോയുടെ പറയാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിരിക്കും പറയാം. വാട്സപ്പിൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി കളിക്കുന്ന എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയാണ്. അപ്പോൾ ഇപ്പൊ തന്നെ ട്രിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടോ? അതെ, ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് 5 സെക്കൻഡിനുള്ളിൽ കട്ട് ചെയ്ത് ഇമേജ് മാത്രം എടുക്കാനുള്ള ട്രിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ട്രിക്ക് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് remove.bg എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. remove.bg എന്നുള്ള വെബ്സൈറ്റിലേക്ക് വന്നിട്ട് നമ്മൾ ഈ അപ്ലോഡ് ഇമേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അവിടെ ഇമേജ് സെലക്ട് ചെയ്യുക. ഓപ്പൺ കൊടുത്തു. കണ്ടോ, നമ്മളാ കൊടുത്ത 5 സെക്കൻഡ് പോലും എടുത്തിട്ടില്ല, അപ്പോഴേക്കും ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് ഇതിന് ഡൗൺലോഡ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ സാധാ ഡൗൺലോഡ്, അതിന് നമുക്ക് ലോഗിനോ ലോഗൗട്ടോ ഒന്നും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടാമത്തെ ഹൈ റെസൊല്യൂഷൻ, അതിന് നമ്മൾ ഇതിൽ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ചെയ്യാൻ നമ്മൾ ഒറിജിനൽ ഇമെയിൽ കൊടുക്കുന്നത് നല്ലതെന്ന് ഞാൻ പറയില്ല, കാരണം പരസ്യം നിന്ന് ഇമെയിൽ എന്നറിയും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഫേക്ക് ഇമെയിൽ ഉണ്ടാക്കി അത് വെച്ച് സൈനപ്പ് ചെയ്യുക. ഓക്കെ, ഇനി ഞാനിപ്പോ ഇത് സാധാ ഡൗൺലോഡ് ആണ് കൊടുക്കുന്നത്. 1 ക്ലിക്ക്, അത് ഡൗൺലോഡ് ആയി. ഇനി ഞാൻ രണ്ടും തമ്മിലുള്ള മാറ്റം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫോട്ടോ. അതുകൂടെ ഇത് നമ്മുടെ കട്ട് ചെയ്ത ഫോട്ടോ. നിങ്ങൾക്ക് ഇത് രണ്ടും തന്നെ മനസ്സിലായിട്ടോ. പക്കാ പെർഫെക്ഷൻ ഇല്ല, കാരണം നമ്മളിത് സാധാ ഡൗൺലോഡ് ചെയ്താണ്. HD-യിലാവുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. എല്ലാ ഇമേജസിനും 100% ക്വാളിറ്റി കിട്ടണമെന്നില്ല, കാരണം ഇത് AI വെച്ചിട്ടാണ്, മെഷീൻ ലേണിംഗും AI വെച്ചിട്ടാണ് ഈ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പക്കാ പെർഫെക്റ്റ് ആയി കിട്ടണമെന്നില്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നത്, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ അറിവ് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു.